Hi children, let's begin our class. Here in this lesson we are discussing about the importance of water, properties of water, etc. Today we are going to discuss about the amount of water in the earth. See, according to your opinion, which one is more in our earth? Is it land or sea? Sometimes we may say that land, but it is not correct. The area of sea is more than land. Not more, but it is double the area of land. Okay. Now observe the picture of that globe. Here that you can see the blue color picture, blue colored part that indicate the part of sea, and the white color indicate the land. From this itself we can infer that, or we can conclude that the area of sea is more than land. Now, out of this water sources, sea water is more in the earth. About, listen here, you can see one picture, that is this one. See, here you can see a circular shape part, a pie diagram like this. This blue color indicates the sea water, that is 96.5% of earth or water source is sea water. Only 3.5% is pure water. And you know, sea water contains salt. It is not used for common purpose. അല്ലേ, നമുക്കറിയാം സീ വാട്ടറിൽ കൂടുതൽ സാൾട്ട് ഉണ്ട്, അത് നമ്മളെ കോമൺ പർപ്പസിനൊന്നും യൂസ് ചെയ്യാറൊന്നുമില്ല. ബട്ട് who is polluting this pure water? Only 3.5%. Even then, because of the human activities, the water became polluted. അല്ലേ, നമ്മളെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, വാട്ടർ പൊല്യൂട്ട് ആവുന്നത്. Now, how the water became polluted? This is the part we are going to study. Listen, observe the picture. See how water became polluted in earth. ഇതിൻ്റെ ഒരു പിക്ചറാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. Observe the picture here. See, observe this. What do you feel by seeing this picture? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? Listen, all these are due to the activities of human being. കണ്ടില്ലേ, that pesticides are applying in the paddy field. അതെ, കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, വാട്ടർ സോഴ്സസ് ഇതാവും, പൊല്യൂട്ട് ആവും. ദെൻ ഡ്യൂറിങ് ഹെവി റെയിൻ വാട്ട് വിൽ ഹാപ്പൻ, ദീസ് വാട്ടർ റീച്ചസ് ദി റിവർ. കണ്ടോ അവിടെ ഫിഷൊക്കെ, യെസ്, ദിസ് ദാറ്റ് കോസസ് ദ ലോസ്റ്റ് ഓഫ് ദ ലൈഫ് ഓഫ് ദിസ് ഫിഷ്. അല്ലേ, നമ്മളെ ആ മത്സ്യങ്ങളൊക്കെ എന്ത് പോവും, ചത്തു പോകുന്നു. പിന്നെ യു ക്യാൻ സീ ദ പിക്ചർ ഓഫ് ഫാക്ടറി. ആ ഫാക്ടറിയിൽ നിന്ന് പോകുന്നത് എങ്ങോട്ടാ, വാട്ടർ ബോഡീസിലേക്ക് പോകുന്നത് കാണുന്നില്ലേ? ദർ ആൾസോ പൊല്യൂഷൻ ടേക്കിംഗ് പ്ലേസ്. ഇതൊക്കെ ആരുടെ ആക്ടിവിറ്റീസ് ആണ്, നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ദെൻ പാഡി ഫീൽഡ്, പിന്നെന്താണ് പോകുന്നത്, സീ അവിടെ കണ്ടില്ലേ, യെസ്, യു ക്യാൻ സീ വേസ്റ്റ് വാട്ടർ ഈസ് കമ്മിങ് ഔട്ട് ത്രൂ ദാറ്റ് പൈപ്പ്. അങ്ങനെ ബിക്കോസ് ഓഫ് സോ മെനി ആക്ടിവിറ്റീസ് ദിസ് വാട്ടർ ബിക്കെയിം പൊല്യൂട്ടഡ്. ഇനി നമുക്ക് ആ പോയിന്റുകൾ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ട് ദാറ്റ് യു ക്യാൻ സ്റ്റഡി നൗ. ഓക്കെ, നമുക്ക് അപ്പോൾ അടുത്ത പേജിലേക്ക് പോവാം. ഹൗ വാട്ടർ ബിക്കെയിം പൊല്യൂട്ടഡ് എന്നുള്ളതാണ്. അതിനുള്ള ആൻസർ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ പഠിക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നവർക്ക് എന്ത് ചെയ്യാം, അത് എഴുതാം. അതർവൈസ് യു ക്യാൻ ഗോ ത്രൂ ദിസ് പോയിന്റ്. ഓക്കെ, എന്താന്നുള്ളത് നോക്കാം നമുക്ക്. Here so many points are given. How water became polluted എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. We have already seen so many points in that picture. Those are written as sentences. നോക്കൂ, what are the ways
and how the water became polluted. First point, washing vehicles and bathing cattle in the river. ചെയ്യാറില്ലേ? Yes, because of that the water bodies became polluted. പിന്നെന്താ? Throwing plastic waste into water sources, isn't it? We know that throwing plastic is not a good thing, but we are also doing that. അല്ലെ, അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഉണ്ട്. ബട്ട് യു വാണ്ട് ടു അവോയ്ഡ് ദോസ് തിങ്സ്. നമ്മൾ അതൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ. ദെൻ ഡംപിങ് വേസ്റ്റ് മെറ്റീരിയൽ ഫ്രം ഫിഷ് ആൻഡ് മീറ്റ് മാർക്കറ്റ്. ഫിഷ് മാർക്കറ്റിൽ നിന്നും മീറ്റ് മാർക്കറ്റിൽ നിന്നൊക്കെ എന്താ ചെയ്യാറ്? അതെല്ലതും കൂടി കൊണ്ടുപോയിട്ട് ഏതെങ്കിലും സംഭവം സത്യത്തിൽ നമ്മൾ ആരെയും ശ്രദ്ധിക്കാറില്ല, പക്ഷെ നമ്മളൊക്കെ അത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം, അല്ലെ? ദെൻ ഡംപിങ് വേസ്റ്റ് ഫ്രം ഫാക്ടറീസ്. So all these are not good for water sources. അല്ലെ, വാട്ടർ സോഴ്സസിന് നല്ല നമ്മളെ മൊത്തത്തിൽ പൊല്യൂട്ട് ആക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. സോ we want to avoid all these things. Dumping waste from factories. നമ്മൾ കണ്ടില്ലേ ഫാക്ടറിയിലെ പിക്ചറിന്, നിങ്ങൾ കണ്ടില്ലേ? യെസ്, ഫാക്ടറീസിൽ നിന്നും വേസ്റ്റ് ഡംപ് ചെയ്യും. ദെൻ സ്പ്രേയിങ് പെസ്റ്റിസൈഡ് ഇൻ അഗ്രികൾച്ചറൽ ഫീൽഡ്. ആ ചിത്രത്തിൽ എന്താ ഉണ്ടായത്? കെമിക്കൽ പെസ്റ്റിസൈഡ് ഒക്കെ ഫീൽഡിൽ, കൃഷിസ്ഥലത്ത് അപ്ലൈ ചെയ്യുന്നു. ഇത് മാത്രമല്ല, സോ മെനി അതർ പോയിന്റ്സ് ആർ ആൾസോ ദറ്റ് കോസസ് ദ water pollution. Okay, so while asking question you can write like this. How the question will ask, എങ്ങനെയായിരിക്കും question വരിക? How water become polluted, or through what all activities water became polluted എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ആക്ടിവിറ്റീസ് എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് എന്താണ്? അപ്പൊ നമ്മൾ വാട്ടർ ബോഡീസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇനി എങ്ങനെയാണ് വാട്ടർ ഉണ്ടാവുക, അതായത് കൂടുതലായിട്ട് നമ്മൾ വാട്ടർ ബോഡീസിൽ അബണ്ടന്റ് വാട്ടർ എങ്ങനെയാണ്? ഹൗ ഓർ വെൻ ഡു അവർ വാട്ടർ ബോഡീസ് ബിക്കം അബണ്ടന്റ് ഇൻ വാട്ടർ? അല്ലെ, വെള്ളം നിറയുന്നത്, വാട്ടർ ബോഡീസിൽ വെള്ളം നിറയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ എല്ലാവരും പറയില്ലേ? യെസ്, ബൈ റെയിൻ കൊണ്ടാണ്. ഇനി എങ്ങനെയാണ് റെയിൻ ഉണ്ടാവുന്നത്? ഹൗ ഈസ് റെയിൻ ഫോംഡ്? ദാറ്റ് ആൾസോ ഐ തിങ്ക് യു ഓൾ ഓഫ് ദം നോ ഹൗ റെയിൻ ഈസ് ഫോംഡ്. എങ്ങനെയായിരിക്കും റെയിൻ ഉണ്ടാവുന്നത്? യെസ്, ഫ്രം ദി due to the heat of the sun, what will happen? From the water bodies the water changes to water vapor. അല്ലെ, സൂര്യന്റെ ചൂട് തട്ടിയിട്ട് എന്ത് സംഭവിക്കും? നമ്മളെ വെള്ള സ്ഥലങ്ങളിൽ നിന്നും അത് evaporate ചെയ്യും, എന്നിട്ട് വാട്ടർ വേപ്പർ ആവും. ഇനിയോ then clouds are formed. അങ്ങനെ ഇത് കൺജസ്റ്റഡ് ആയിട്ട് ക്ലൗഡ് ഉണ്ടാവും. then ഈ ക്ലൗഡില് അല്ലെങ്കിൽ വാട്ടർ വേപ്പർ പിന്നെ തണുത്തിട്ട് what will happen? Rain is formed. അല്ലെ, അത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ട് എനിക്ക്. എങ്കിലും നമുക്കൊന്നുകൂടി പഠിക്കാം. ഹിയർ ഈസ് ദ പിക്ചർ ഷോസ് ദ ഫോർമേഷൻ ഓഫ് റെയിൻ. ലിസൺ ഹിയർ. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നോക്കൂ. ഒബ്സർവ് ദ പിക്ചർ. യെസ്, ഹിയർ ഇറ്റ് ഈസ്. How rain is formed. See here. What will happen? ഇതാണ് വാട്ടർ സൈക്കിൾ കൊടുത്ത് കണ്ടില്ലേ? വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഹിയർ ദിസ് ഈസ് എ ഫിസിക്കൽ ചേഞ്ച്. നിങ്ങൾ പഠിച്ചില്ല, 6th നിങ്ങൾക്ക് ഫിസിക്കൽ ചേഞ്ച്. അതായത് ഒരു സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് ആവുക, ലിക്വിഡിൽ നിന്ന് വേപ്പർ ആവുക, ആ രീതിയിലാണ് ഇവിടെ വരുന്നത്. ഹിയർ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് വിൽ ഹാപ്പൻ? ഡ്യൂ ടു ദ ഹീറ്റ് ഓഫ് ദ സൺ, ഹിയർ യു ക്യാൻ സീ ദ പിക്ചർ ഓഫ് ദ സൺ ദർ. What will happen? Water changes to water vapor. Evaporation is here given. That process is known as evaporation. What is mean by evaporation? The process of conversion of water into water vapor is known as evaporation. അപ്പോൾ evaporationൽ എന്താ ഉണ്ടാവുന്നത്? വാട്ടർ വേപ്പർ ഉണ്ടാവും. Then what will happen? Clouds are formed. You can see that picture of cloud. ഈ വീണ്ടും കൂളിങ്ങിൽ എന്ത് സംഭവിക്കുക? ക്ലൗഡ് എന്ന് കണ്ടാൽ നിങ്ങൾക്ക് റെയിൻ ഡ്രോപ്സ് വരുന്നത് കാണുന്നില്ല ചിത്രത്തിൽ? യെസ്, ഓൺ കൂളിംഗ് what will happen? This water vapor again changes to water and then it reaches the water bodies. മനസ്സിലായല്ലോ? അങ്ങനെ വാട്ടർ വേപ്പർ കൂൾ ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് കണ്ടൻസേഷൻ. യു ക്യാൻ സീ ദാറ്റ് വേർഡ് കണ്ടൻസേഷൻ ഉണ്ടോ? വാട്ടർ ചേഞ്ചസ് ടു വാട്ടർ വേപ്പറിന് എന്ത് പറയും? ഇവാപ്പറേഷൻ. Water vapor changes to water endu parayum? Condensation. Okay, now here the definition of the formation of rain is given here. Look, the water from water bodies and plants
reaches the atmosphere in the form of water vapor due to the heat of the sun. മനസ്സിലായല്ലേ? ഹീറ്റ്, സണ്ണിന്റെ ഹീറ്റ് കൊണ്ട് എന്ത് സംഭവിക്കും? വാട്ടർ ഫ്രം വാട്ടർ ബോഡീസ് ആൻഡ് പ്ലാന്റ്സ്, അതായത് ഡ്യൂറിങ് ദിസ് പ്രോസസ് ഓഫ് ട്രാൻസ്പിറേഷൻ, ഇതിന്റെ സമയത്ത് പ്ലാന്റ്സിൽ നിന്നും എന്ത് പോകുന്നുണ്ട്? വാട്ടർ വേപ്പർ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുമോ പ്ലാന്റ്സിൽ നിന്ന് ഇപ്പോൾ ഇത്തിരിയല്ലേ പോവുള്ളൂ? പക്ഷേ നോട്ട് ഓൺലി 1 or 2 പ്ലാന്റ്സ്, നമുക്കറിയാം there are so many plants are there, so large amount of water is changes to water vapor. ഇനി ഇത് എവിടെയാ എത്തുന്നത്? it reaches the atmosphere. In which form? In the form of water vapor. Then what will happen? The water vapor condenses. How it condenses? Condense means cooling. On cooling, this water vapor changes to cloud. അങ്ങനെ അതിനെ വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? ക്ലൗഡ് ആവും. ആൻഡ് ഗെറ്റ്സ് കംസ് ഡൗൺ ആസ് റെയിൻ. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? മഴ ഉണ്ടാവുന്നത്. ഓക്കെ, ദിസ് ഈസ് ദി പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് റെയിൻ. ഇനി related to that, one picture is in your next page. അതെന്താണെന്നും കൂടി നോക്കാം നമുക്ക്. Listen, here you can see the picture of a boy. What he is saying നമുക്കൊന്ന് നോക്കാം. ആ കുട്ടി എന്താണ് പറയുന്നതെന്നും കൂടി ഒന്ന് നോക്കിയേക്കാം. See what he is saying. നോക്കൂ, വളരെ അത്ഭുതത്തില് നമ്മുടെ ഒരു കുട്ടി ഇവിടെ ഉണ്ട്. See, observe what he is saying. നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? See here. എന്താണ്? He is looking at the cloud and what he is saying? എന്താണ്? The water you drink today is the water with which you once had your bath. Ha ha ha. What he is saying? എന്താണ് പറയുന്നത്? The water you drink today is the water with which you once had your bath. അതായത് നമ്മള് കുടിക്കുന്ന വെള്ളം അല്ലേ, നമ്മളിതിലേക്ക് വെള്ളമൊക്കെ കയറില്ലേ, ആ വെള്ളം വാട്ടർ വേപ്പറായിട്ട് തിരിച്ചു വന്ന് പുഴയിൽ വീഴുമ്പോൾ ആ പുഴയിലെ വെള്ളം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, വി ആർ യൂസിങ് ഫോർ ബാത്ത് അല്ലേ. അപ്പോൾ സെയിം വാട്ടർ തന്നെയാണ് പോയിട്ട് തിരിച്ചു വരുന്നത് എന്നാണ് ആ കുട്ടി പറയുന്നത്. അപ്പൊ എല്ലാ പ്രോസസ്സിലും അത് തന്നെയാണ്. അതായത് വാട്ടറിന്റെ കണ്ടൻസേഷനും ഇവാപറേഷനും നടന്നത് അതൊരു ഫിസിക്കൽ ചേഞ്ച്, അതായത് ഒരു ഭൗതിക മാറ്റമാണ്. ഇതിന്റെ ആ ഇതിൽ മാറ്റം വരുന്നുള്ള ആ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കൂടുതലായിട്ട് ഫിസിക്കൽ ചേഞ്ച് ഒക്കെ എന്താന്നുള്ളത് നിങ്ങൾക്ക് എന്തെന്ന് പഠിച്ചാൽ മതി, 6th സ്റ്റാൻഡേർഡിൽ എത്തുമ്പോൾ പഠിക്കുക. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് അവിടെ യാതൊരു മറ്റുള്ളൊരു പുതിയ വസ്തു ഒന്നും ഉണ്ടാവുന്നില്ല. ഹിയർ ഓൺലി ചേഞ്ച് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റിൽ മാറ്ററിന്റെ ആ സ്റ്റേറ്റിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. നൗ സ്റ്റഡി ദ 2 വേർഡ്സ് ഇവാപറേഷൻ ആൻഡ് കണ്ടൻസേഷൻ ആൾസോ. എന്താണ്? ഇവാപറേഷൻ ഈസ് ദ പ്രോസസ് by which liquid changes to vapor due to heat. ഹീറ്റ് കാരണം ലിക്വിഡ് എന്തായി മാറുന്നതാണ്? വേപ്പറായി മാറുന്ന പ്രോസസ്സാണ് ഇവാപറേഷൻ. ഓൺ കൂളിംഗ് വേപ്പർ ചേഞ്ചസ് ടു ലിക്വിഡ് ആൻഡ് ദിസ് ഈസ് കോൾഡ് കണ്ടൻസേഷൻ. കൂൾ ചെയ്യുന്ന സമയത്ത് വേപ്പർ എന്തായിട്ട് മാറുന്നതാണ്? ലിക്വിഡ് ആവുന്നതാണ് കണ്ടൻസേഷൻ. Water changing into water vapor is an example of evaporation, and water vapor changing into water is an example of condensation. Okay, these are the things you want to study today. Okay, ഇത്രയും നിങ്ങൾ പഠിച്ചാൽ മതി. Now we can wind up the class. Okay, thank you children. Close it.